കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് രേണു സുധിയുടെയും അച്ഛൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുണ്ട് ഇത് കണക്ക് വീട് കൊള്ളത്തില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂവിലും വന്നിരുന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ ആൾക്കാരെ തെളിയിക്കാൻ വേണ്ടിയായി ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോ ഇറക്കിയായിരുന്നു. ഹോം ടൂർ പോലെ വീടുണ്ട് ഇവിടെ പോരാ അവിടെ പോരെന്നും പറഞ്ഞ് ഇവർ തന്നെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ രേണുവിൻ്റെ അച്ഛനുണ്ടെങ്കിൽ പലയിടത്തും ചെന്നിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചുരണ്ടു അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സിലുള്ള പലരും ഉണ്ട് ഇത് കണക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും വല്ല പ്രശ്നമുണ്ടോ, ചുമ്മാ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് എന്തിനാ ഇത് കണക്ക് ചെന്ന് തോണ്ടുന്നതെന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാനാണ്. ഇവിടെ പ്രശ്നമുണ്ട് അവിടെ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് തീർച്ചയായിട്ടും ഉണ്ട് ഈ ഓരോരോ വീടുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള വീടുകൾ എവിടെയും കാണത്തില്ല. തീർച്ചയായിട്ടും ആ വീട്ടിലും ചെറിയൊരു പ്രശ്നം എന്തായാലും കണ്ടിരിക്കും. അതിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രേണു സുധി അച്ഛനും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വീഡിയോ ആയാലും ഇൻ്റർവ്യൂവിലായാലും പറയുന്ന ഒരു കാര്യം, എൻ്റെ മോനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയോ, കിച്ചു ആണെങ്കിൽ വളർന്നൊരു പയ്യനാണ്, അവനുണ്ടെങ്കിൽ അവൻ്റെ കാര്യം നോക്കാൻ കഴിയും. പക്ഷേ ഋതപ്പൻ അങ്ങനെയല്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് പറഞ്ഞ് ഓഡിയൻസിൻ്റെ അടുത്ത് ബാക്കിയുള്ളവരടുത്താണ് പറയുന്നത്. നമുക്കൊരു ഡൗട്ട് തന്നെ, ഇവന് തന്നെയാണോ കൊച്ചിൻ്റെ അമ്മയെന്നുള്ളത് തന്നെയാണ്. കാരണം ബാക്കിയുള്ളവരടുത്ത് ഈ കൊച്ചിനെ നോക്കാൻ പറയുമെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ബാക്കിയുള്ളവരെന്താണ് ചെയ്യേണ്ടത്? ഒരമ്മയുടെ ജോലിയാണ് മോനെ നോക്കുന്നത്. അതല്ലാതെ ഇതേ കണക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ചെന്നിട്ട് നിങ്ങൾ എൻ്റെ മോനെ നോക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. അത് ഇവർ ഇതിനൊക്കെ കറങ്ങുന്ന ടൈം മതി ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാൻ, അതല്ലാതെ വേറെ ഒന്നും വേണ്ട. സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.